നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 9ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവരെയും ഞാൻ ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി, അതിലെ യൂണിറ്റ് ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ, അതിലുൾപ്പെടുന്ന ഒരു പാഠമാണ് ഭക്ഷണവും ആരോഗ്യവും. ഈ പാഠത്തിന്റെ ആശയ വിശദീകരണമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ആരാണെന്നറിയാമോ? ഒരു സ്വീഡിഷ് സാഹിത്യകാരിയായ ഹെലേന നോർബെർഗ് ഹോഡ്ജ്. അവരുടെ ബ്രിങ്ങിങ് ഫുഡ് എക്കണോമി ഹോം, ലോക്കൽ ഓൾട്ടർനേറ്റീവ്സ് ടു ഗ്ലോബൽ അഗ്രി ബിസിനസ് എന്ന പുസ്തകം, അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് ചെയ്തത്. പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? ഇവിടെ പറയുന്നുണ്ട്, MP പരമേശ്വരൻ. അദ്ദേഹം പരിഭാഷപ്പെടുത്തിയപ്പോൾ ആ പുസ്തകത്തിന് വന്ന പേര് നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിൽ. അതെ, നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിൽ. അതിലെ ഒരു ഭാഗം നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ? എല്ലാവരും തയ്യാറാണല്ലോ? ഭക്ഷണം ഇഷ്ടമില്ലാത്തവർ ആരും ഇല്ലല്ലോ, അല്ലേ? നമുക്കൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള സ്വാദേറിയ വിവിധ തരം ഭക്ഷണങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെല്ലാവരും. അതെ, ഭക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ, അത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു, സ്വാധീനിക്കുന്നു, ഇതൊക്കെയാണ് ഈ പാഠഭാഗത്ത് നിന്നും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ ഇതാ പറയുന്നു, അടച്ചു വച്ചത് വേഗം തിളയ്ക്കുന്നു. അടുപ്പിലായാലും അടുക്കളയിലായാലും അടച്ചു വെച്ച് വേവിക്കണം. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? അത് പെട്ടെന്ന് വെന്ത് കിട്ടും. തുറന്നിരുന്നാൽ വെന്ത് കിട്ടുന്നതിന് സമയം കുറച്ചധികം വേണം. അടച്ചു വെച്ച് വേവിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുക മാത്രമല്ല കേട്ടോ ഗുണം, അതിൽ മറ്റു പൊടികളോ പ്രാണികളോ ഒന്നും വീഴാതെ നമുക്ക് ലഭ്യമാകുകയും ചെയ്യും. നമുക്ക് നേരെ നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. ഭക്ഷണവും ആരോഗ്യവും. അടുത്ത കാലത്ത് ആഗോള ഭക്ഷ്യ മാർക്കറ്റിൽ പ്രചാരം ലഭിച്ചിട്ടുള്ള അനേകം ഭക്ഷണ സാധനങ്ങളുണ്ട്. ശരിയല്ലേ? ആഗോള ഭക്ഷ്യ മാർക്കറ്റ്, ആഗോളം ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഭക്ഷ്യ മാർക്കറ്റ്, അതിൽ വളരെയധികം പ്രചാരം ലഭിച്ചിട്ടുള്ള അനേകം ഭക്ഷണ സാധനങ്ങളുണ്ട്. വളർച്ചാ ഹോർമോണുകൾ ചേർത്തുണ്ടാക്കിയ ഹാം ബർഗറൊക്കെ നിങ്ങൾ കഴിച്ചിട്ടില്ലേ? ഇഷ്ടമാണോ ബർഗർ കഴിക്കാൻ? സത്യത്തിൽ ബർഗർ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്ന ഹാം ബർഗർ, അത് പ്രധാനമായിട്ടും മീറ്റ് പൊടിച്ച് ചേർത്താണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ബീഫ്, അതിന്റെ മീറ്റാണ് അതിൽ ഉപയോഗിക്കുന്നത്. അത് വളരെ ദോഷം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്, പക്ഷെ എല്ലാവർക്കും അത് വളരെ ഇഷ്ടമാണ്, ഹാം ബർഗർ. അതുപോലെ കീടനാശിനികൾ സുലഭമായി അടങ്ങിയ പച്ചക്കറികൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ലഭിക്കുന്ന പച്ചക്കറികൾ ഇക്കാലത്ത് എങ്ങനെയുള്ളതാണ്? വിഷം ചേർന്നതാണ്. അതിന് കാരണമുണ്ട്. ഇന്ന് കേരളീയർ പ്രധാനമായിട്ടും പച്ചക്കറികൾക്കായിട്ട് ആശ്രയിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെയാണ്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികൾ വാഹനമാർഗം നമ്മുടെ നാട്ടിലെത്തിക്കുന്നു. അതാണ് നമുക്ക് മാർക്കറ്റുകളിലും മറ്റ് വെജിറ്റബിൾ ഷോപ്പുകളിലും ഒക്കെ ലഭ്യമാകുന്നത്. തമിഴ്നാട്ടിൽ അവർ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ വിളവ് ലഭിക്കുന്നതിനായിട്ട് അവർ വീര്യം കൂടിയ രാസവളം ഇതൊക്കെ ചേർക്കുന്നുണ്ട്. കൂടാതെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ആ പച്ചക്കറികൾ കേടുകൂടാതെ ഇരിക്കണം. അത് തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തുമ്പോഴേക്കും കുറെ സമയമെടുക്കും. അതുകൊണ്ട് കേടുവരാതിരിക്കാനും മറ്റുമായിട്ട് അവർ അതിന് പറ്റിയ
കീടനാശിനികൾ, വിഷവസ്തുക്കൾ അവയിൽ അടിക്കും. അങ്ങനെയെല്ലാമുള്ള ആ പച്ചക്കറികളാണ് നമ്മൾ വില കൊടുത്തു വാങ്ങിച്ച് നമ്മുടെ തീന്മേശയിൽ വയ്ക്കുന്നത്. എങ്ങനെയുണ്ട് അല്ലെ? ദോഷം തന്നെയല്ലേ നമ്മുടെ ശരീരത്തിന്? അതെ, കീടനാശിനികൾ ധാരാളം സുലഭമായി അടങ്ങിയ പച്ചക്കറികൾ, അതുപോലെ അമിതമായി ശുദ്ധീകരിച്ച പഞ്ചസാര ചേർത്തുണ്ടാക്കിയ ശീതള പാനീയങ്ങൾ. ശീതളം തണുത്ത പാനീയങ്ങൾ നമ്മൾ വാങ്ങിച്ചു കുടിക്കുന്നു. അത് അമിതമായിട്ട് ശുദ്ധീകരിച്ച പഞ്ചസാരയാണ്. പഞ്ചസാര എന്ന് പറയുന്നത് തന്നെ മനുഷ്യ ശരീരത്തിന് നന്നല്ല, ദോഷം ചെയ്യുന്ന ഒരു വസ്തുവാണ്. പക്ഷെ എല്ലാത്തിലും പഞ്ചസാര കൂടിയേ തീരൂ. ഇവിടെ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഈ കളർഫുൾ ആയിട്ടുള്ള ശീതള പാനീയങ്ങൾ ഉണ്ടല്ലോ, അതിൽ കൂടുതലും ഈ അമിതമായി ശുദ്ധീകരിച്ച പഞ്ചസാര ചേർത്തതായിരിക്കും. ഇപ്പൊ കൊക്കോകോള, പെപ്സി തുടങ്ങിയ ശീതള പാനീയങ്ങൾ, അതിൽ കീടനാശിനികളുടെ അംശം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്, ഉറപ്പാക്കിയിട്ടുള്ളതാണ്. ഒരിക്കലും അത് മേടിച്ച് കഴിക്കരുത് എന്നുള്ളതും വേണ്ടതു തന്നെയാണ്. കാരണം അത് മേടിച്ചു കുടിക്കുമ്പോൾ കാലാന്തരത്തിൽ നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ പ്രവർത്തനക്ഷമതയില്ലാതെയാകും, അത് നശിക്കാൻ തുടങ്ങും, അകാലത്തിൽ മരണം സംഭവിക്കുകയും ചെയ്യും. എന്നിട്ടും, ഇതെല്ലാം അറിയാമായിരുന്നിട്ടും നമ്മൾ അത് വാങ്ങിച്ച് കുടിക്കുക തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ ഇവിടെ പറയുന്നത്, വളർച്ചാ ഹോർമോണുകൾ ചേർത്തുണ്ടാക്കിയ ബർഗർ, കീടനാശിനികൾ സുലഭമായി അടങ്ങിയ പച്ചക്കറികൾ, അമിതമായി ശുദ്ധീകരിച്ച പഞ്ചസാര ചേർത്തുണ്ടാക്കിയ ശീതള പാനീയങ്ങൾ തുടങ്ങി കൃത്രിമ നിറങ്ങളും രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ച് നിറവും രുചിയും പൊലിപ്പിച്ച് വിൽപ്പനയ്ക്കെത്തുന്ന മറ്റനേകം ഭക്ഷ്യവസ്തുക്കൾ. ഇവ മാത്രമല്ല, വിൽപ്പനയ്ക്കായി എത്തുന്ന പല ആഹാര വസ്തുക്കളും ഭംഗിക്ക് വേണ്ടിയിട്ട് കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നു, അതുപോലെ രാസപദാർത്ഥങ്ങൾ ചേർക്കുന്നു. ഇതിന്റെയൊക്കെ ഫലമായിട്ട് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിരിക്കും, നല്ല നിറമായിരിക്കും, നല്ല സ്വാദായിരിക്കും. നമ്മൾ അത് ഇഷ്ടം പോലെ വാങ്ങിച്ച് അങ്ങനെ സ്വാദോടെ കഴിക്കും. അജിനാമോട്ടോ ഒരു രാസവസ്തുവാണ്, വിഷാംശമുള്ള രാസവസ്തു. അത് ആഹാരത്തിൽ ചേർത്ത് കഴിയുമ്പോൾ, ആഹാര പദാർത്ഥങ്ങളിൽ ചേർത്ത് കഴിയുമ്പോൾ നല്ല സ്വാദായിരിക്കും, നല്ല മണമായിരിക്കും. പക്ഷെ അത് ശരീരത്തിലെത്തിയാലോ, ക്യാൻസർ, അർബുദം, അത് വന്നു ചേരാൻ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുകയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ. ഇവിടെ പറയുന്നു, ഇങ്ങനെയെല്ലാമുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് എത്തുന്നത്. ഇവയോരോന്നും കാണുമ്പോൾ ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന കാര്യം വ്യക്തമാകും. നമ്മൾ ഈ ഭക്ഷണ വസ്തുക്കൾ, കീടനാശിനികളും മറ്റും അടിച്ച പച്ചക്കറികളും, ഹാംബർഗർ, അതുപോലെ ശീതള പാനീയങ്ങള്, നിറവും സ്വാദിനും വേണ്ടി രാസവസ്തുക്കളൊക്കെ ചേർത്ത ആഹാര പദാർത്ഥങ്ങള്, ഇതൊക്കെ വിൽപ്പനയ്ക്ക് വയ്ക്കുമ്പോൾ ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഏതാണ് ആ ലക്ഷ്യം? പറയാമോ? എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് ലോകം മുഴുവൻ? ഇത് കണ്ടിട്ട് ആളുകൾ എല്ലാവരും അത് വാങ്ങി ഭക്ഷിക്കുന്നു. എന്താണ് അവരുടെ ലക്ഷ്യം? പറയാമോ നിങ്ങൾക്ക്? അതെ, അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ആഗോള ചികിത്സാ വ്യവസായികൾക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ഉണ്ടാക്കി കൊടുക്കുക എന്നത് തന്നെ. ആഗോള ചികിത്സാ വ്യവസായികൾ, ഹോസ്പിറ്റൽ മുതലാളികൾ, അതെ, അവർക്ക് ലോകം മുഴുവനുള്ള അങ്ങനെയുള്ള ആഗോള ചികിത്സാ വ്യവസായികൾക്ക് രോഗികളെ കൂടുതൽ എത്തിച്ചു കൊടുക്കുക, അതാണ് ആഗോള ഭക്ഷ്യ വ്യവസ്ഥയുടെ ഇപ്പോഴത്തെ നയം. ശരി തന്നെയല്ലേ? ഈ നമ്മളിപ്പോൾ പറഞ്ഞ ആഹാര വസ്തുക്കൾ, ഭക്ഷണ സാധനങ്ങൾ നമ്മൾ മേടിച്ച് കഴിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അധികകാലം കഴിയുന്നതിന് മുൻപ് തന്നെ പലരും പലവിധ മാരക രോഗങ്ങൾക്കും അടിമകളാകും. അവരെല്ലാവരും ആരെ ആശ്രയിക്കും? ഹോസ്പിറ്റലുകളെ, ആശുപത്രികളെ ആശ്രയിക്കും. ഓരോ ആശുപത്രികളും എത്ര പണമാണ് മനുഷ്യന്റെ കയ്യിൽ നിന്നും ചികിത്സയ്ക്കായിട്ട് വാങ്ങുന്നത്.
സ്വന്തം കിടപ്പാടം വരെ വിറ്റ് ചികിത്സ ചെയ്യുന്ന എത്രയെത്ര ആളുകളാണ് ഇന്നുള്ളത്. അപ്പോൾ രോഗമുണ്ടായാൽ, രോഗികളായാൽ മാത്രമല്ലേ ഈ ചികിത്സാ മേഖലയ്ക്ക് പണമുണ്ടാക്കാൻ സാധിക്കൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വെച്ച് അത് മേടിച്ച് കഴിച്ച് മനുഷ്യരെ രോഗികളാക്കി അതിൽ നിന്നും പണമുണ്ടാക്കി കൊടുക്കാനാണ്, ചികിത്സാ മേഖലയ്ക്ക് പണമുണ്ടാക്കി കൊടുക്കാനാണ് ആഗോള ഭക്ഷ്യവ്യവസ്ഥ ശ്രമിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി വേണം നമ്മൾ ഇനിയുള്ള കാലം പ്രവർത്തിക്കുവാൻ. അപ്പോൾ രോഗികളെ ഉണ്ടാക്കി കൊടുക്കുക, അതാണ് ലക്ഷ്യം. ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രാദേശിക ഭക്ഷ്യവസ്തുക്കൾ എന്തുകൊണ്ടും അഭികാമ്യമാണ് എന്ന് വ്യക്തമാകും. പ്രാദേശിക ഭക്ഷ്യവസ്തുക്കൾ, പ്രാദേശികം, നമ്മുടെ ദേശത്തുള്ളത്, നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ. നമുക്കൊരല്പം സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്ന രീതിയിൽ പച്ചക്കറികളൊക്കെ നട്ടു വളർത്തണം. അതിൽ നിന്നും കിട്ടുന്ന ആ വിഭവങ്ങൾ അതുപയോഗിച്ച് നമ്മൾ നമ്മുടെ വീടുകളിൽ കറികളും മറ്റും ഉണ്ടാക്കി കഴിക്കണം. അപ്പൊ പ്രാദേശികം, നമ്മുടെ ദേശത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യ വസ്തുക്കൾ, അതായിരിക്കും നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്, അഭികാമ്യം യോജിച്ചത്. അല്ലാതെ മറ്റു നാടുകളിൽ നിന്നും ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ ഒരിക്കലും നമ്മൾ വാങ്ങിക്കരുത് എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും നമുക്കത് ഇക്കാലത്ത് സാധിച്ചു എന്ന് വരില്ല. എങ്കിലും നമ്മുടേതായ രീതിയിൽ നമുക്ക് സ്ഥലമില്ലെങ്കിൽ ഗ്രോ ബാഗുകളിലൊക്കെ പച്ചക്കറികൾ നടാം, അല്ലെ? അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥകൾ എന്തുകൊണ്ടും അഭികാമ്യമാണ് എന്ന് നമുക്ക് വ്യക്തമാകും. അത് കൂടുതൽ ആരോഗ്യകരമായ ഒരു പരിസ്ഥിതി സംസ്കാരത്തിലേക്ക് നയിക്കും എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് കൂടുതൽ ആരോഗ്യപ്രദമായ ഭക്ഷണം ലഭ്യമാകുകയും ചെയ്യും. അപ്പൊ നമ്മുടെ പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥ കൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്ക് ആരോഗ്യകരമായ ഒരു പരിസ്ഥിതി സംസ്കാരം, നല്ല ആരോഗ്യമുള്ള ഒരു ചുറ്റുപാട്, നമ്മൾ ഓരോരുത്തരും നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമാകും. കാരണം നാം കഴിക്കുന്ന ഭക്ഷണം വിഷമില്ലാത്തതാണ്, ഗുണമേന്മയേറിയതാണ്, നാം തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. അത് കഴിക്കുമ്പോൾ നമുക്ക് ആരോഗ്യകരമായ ഒരു ചുറ്റുപാട് ഉണ്ടാകും എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് നല്ല ആരോഗ്യപ്രദമായ ഭക്ഷണം കിട്ടുകയും ചെയ്യും. അപ്പോൾ ആഗോള ഭക്ഷ്യവ്യവസ്ഥയെ എതിർക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് വളരെ വാസ്തവവും ഗുണകരവുമാണ്. ഇനി നമുക്കൊന്ന് നോക്കാം അടുത്ത ഭാഗം. പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നു എന്നത് തന്നെയാണ് പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയുടെ ഒരു പ്രധാന ഗുണം. പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥ, നമ്മുടെ നാട്ടിൽ തന്നെ ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം, അതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്താണ്? പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നു. പുതുമ നശിക്കാത്ത, ഇന്ന് തന്നെ പറിച്ചെടുക്കുന്ന പച്ചക്കറികൾ, ഇന്ന് തന്നെ കൃഷി ചെയ്തു വിളവെടുക്കുന്ന മറ്റ് ഭക്ഷ്യവസ്തുക്കൾ, അതിന് പുതുമ നശിക്കുന്നില്ല. നമ്മൾ തൊടിയിൽ പോയിട്ട് അവിടെ ഒരു പാവയ്ക്ക പന്തലിൽ തൂങ്ങി കളിക്കുന്ന ആ ഭംഗിയുള്ള ഒരു പാവയ്ക്ക പറിച്ചെടുക്കുക, അത് കാണാൻ തന്നെ എന്തു ഭംഗിയാണ്. അത് കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ ചോറിനൊരു വിഭവം ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കൂ, എന്തൊരു സ്വാദായിരിക്കും. അതുപോലെ ഏതൊരു പച്ചക്കറിയും നമ്മൾ തന്നെ നട്ടു വളർത്തുന്നത്, നമ്മൾ തന്നെ പറിച്ചു കൊണ്ടുവന്ന് കഴുകി അരിഞ്ഞ് അത് കറിയാക്കുമ്പോൾ അതിന്റെ സ്വാദ് നമുക്ക് പറഞ്ഞറിയിക്കാനേ സാധിക്കുകയില്ല. അതെ, പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ അതിൽ ലഭ്യമാകുന്നു എന്നതാണ് പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയുടെ ഒരു പ്രധാന ഗുണം. നമ്മുടെ പൂർവികർ, മനുഷ്യരുടെ പൂർവികർ, അവർ കാടുകളിൽ താമസിക്കുന്ന കാലത്ത് അവർ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചത് അവർ നായാടി കിട്ടിയ മൃഗങ്ങളുടെ പച്ചമാംസമായിരുന്നു. പിന്നീട് അവർ വെന്ത മാംസത്തിന് സ്വാദുണ്ടെന്ന് മനസ്സിലാക്കി തീ കണ്ടുപിടിച്ചു. അതോടുകൂടി അവർ വേവിച്ചു കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ അവർ കഴിക്കാൻ തുടങ്ങി. അത് അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരുന്നു. അത് കാരണം അതിൽ വിഷാംശമില്ല, രാസവസ്തുക്കളില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പിന്തുടർച്ചയായിരുന്നു പിന്നീട് നമ്മൾ അനുവർത്തിച്ചു വന്നിരുന്നത്.
നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ ഓരോ വീട്ടിലും അവർക്ക് കഴിക്കാൻ വേണ്ട പച്ചക്കറികളും മറ്റു വിഭവങ്ങളും അവരുടെ തൊടിയിൽ തന്നെ അവർ വളർത്തിയിരുന്നു. രാവിലെ അരി അടപ്പത്തിട്ട് അത് വേകുമ്പോഴേക്കും അമ്മ പുറത്ത് തൊടിയിലിറങ്ങും. ചുറ്റുമൊന്ന് നോക്കും, ഇന്നത്തേക്ക് എന്താണ് കറികൾക്ക് വേണ്ടത്. ചിലപ്പോൾ അവിടെ ഒരു വാഴ കുലച്ചു നിൽക്കുന്നുണ്ടായിരിക്കും. അതിൽ നിന്നും 2 കായ എടുക്കുന്നു, അതുപയോഗിച്ച് ഒരു തോരൻ വെക്കുന്നു. അല്ലെങ്കിൽ പറമ്പിൽ വള്ളികളിൽ തൂങ്ങിക്കിടക്കുന്ന കുമ്പളങ്ങ കാണുന്നു, അത് പറിച്ചു കൊണ്ടുവന്ന് അതുകൊണ്ടൊരു കറി വെക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും തൊടിയിലിറങ്ങി അന്നത്തേക്കുള്ള ഭക്ഷ്യവിഭവങ്ങൾ ശേഖരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഒരു കാലഘട്ടം വരെ നമുക്കുണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇന്ന് എല്ലാവരും എന്താണ് ചെയ്യുന്നത്? ആവശ്യമുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ പോയി, ഷോപ്പുകളിൽ പോയി പണം കൊടുത്തു വാങ്ങുന്നു. പണം അത് സുലഭമാണ് പലരുടെയും കയ്യിൽ. പോയിട്ട് പണം കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത് വിഷമാണ്, വിഷം കലർന്ന ആഹാര വസ്തുക്കളാണ്. അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മൾ പാകപ്പെടുത്തി കഴിക്കുമ്പോൾ ആ വിഷത്തിന്റെ ഒരു അംശം നമ്മുടെ ഉള്ളിലേക്കും ചെല്ലുന്നു. കാലക്രമത്തിൽ നമ്മൾ രോഗികളുമായി മാറുന്നു. അപ്പോൾ ഇവിടെ സമൂഹത്തിൽ വന്ന ഭക്ഷ്യവ്യവസ്ഥയിൽ വന്ന മാറ്റമൊന്ന് നോക്കൂ. പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കളുടെ പോഷകമേന്മയെ കുറിച്ച് എല്ലാ വിഭാഗം ആരോഗ്യ വിദഗ്ധരും ഏകാഭിപ്രായക്കാരാണ്. ആരോഗ്യ വിദഗ്ധർ അവർ പറയുന്നുണ്ട്, പുതുമ നശിക്കാത്ത, അധികം പഴക്കം വരാത്ത ഭക്ഷ്യവസ്തുക്കൾ അതിന്റെ പോഷകമേന്മയെ കുറിച്ച്, ഗുണമേന്മയെ കുറിച്ച്. പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾക്കാണ് ഏറ്റവും പോഷക ഗുണങ്ങളുള്ളത് എന്ന് ആരോഗ്യ വിദഗ്ധർ ഒന്നിച്ച് ഉറക്ക പറയുന്നു. അവരൊരേ അഭിപ്രായം പറയുന്നു. പക്ഷെ നമുക്ക് ലഭിക്കുന്നതെല്ലാം പുതുമ ഇന്ന് പറിച്ചതാണോ? അല്ല, മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ആഴ്ചകളായിട്ട് പറിച്ചെടുത്ത വിഭവങ്ങളാണ് അവർ ഇവിടെ കൊണ്ടുവന്ന് ഈ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്നത്. അതത് പ്രദേശങ്ങളിൽ ഓരോ സീസണിലും ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പോഷക ഗുണമേന്മയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ചില പോഷകാഹാര വിദഗ്ധർ തെളിയിച്ചിട്ടുണ്ട്. ചില പോഷകാഹാര വിദഗ്ധർ പറയുന്നത് എന്താണ്, തെളിയിച്ചിട്ടുള്ളത് എന്താണ്? അതത് പ്രദേശങ്ങളിൽ അതത് സീസണുകളിൽ ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഏറ്റവും പോഷക ഗുണമുള്ളത് എന്ന്. നമ്മുടെ കേരളത്തിൽ ചക്ക ഉണ്ടാകുന്ന കാലഘട്ടം, മാങ്ങ ഉണ്ടാകുന്ന കാലഘട്ടം, എല്ലായിടത്തും സുലഭമായിട്ട് നമുക്ക് ചക്കയും മാങ്ങയും എല്ലാം ലഭ്യമാണ്. ഒരു കാലത്ത് ആ മനുഷ്യർ, മലയാളികൾ ചക്കക്കാലമാകുമ്പോൾ ചക്കകൾ കൊണ്ടുള്ള കറികളാണ്. ചക്ക എത്ര പോഷകാംശം നിറഞ്ഞ ഒരു ഭക്ഷ്യവസ്തുവാണ് അല്ലേ? നല്ല വലുതും സ്വാദേറിയതും പോഷക ഗുണം അടങ്ങിയതുമായ ഒരു ഫലം തന്നെയാണ് ചക്ക. പക്ഷെ നമ്മൾ അതിന് അർഹിക്കുന്ന ഒരു സ്ഥാനം കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. അതുപോലെ മാങ്ങ, പച്ചമാങ്ങ, അതുപയോഗിച്ച് എന്തെല്ലാം ഉണ്ടാക്കാം. ചക്ക കൊണ്ടും അതുപോലെ എത്ര വിഭവങ്ങൾ ഉണ്ടാക്കാം. കേരളത്തിലെ അടുക്കളകളിൽ ഒരു കാലത്ത് ചക്ക മാങ്ങ സീസണുകളിൽ മിക്കവാറും ഇവ കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും ഊണിന് ഉണ്ടായിരിക്കുക. തീർച്ചയായിട്ടും അവ മനുഷ്യന്റെ ആരോഗ്യത്തിന് വളരെ ഗുണഗണമാണ്, വളരെ പോഷക ഗുണം നിറഞ്ഞതാണ് എന്നു തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ഇനി നോക്കുക, വിളവെടുപ്പ് കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കളിലെ വിറ്റാമിനുകൾ ക്രമത്തിൽ ക്ഷയിക്കാൻ തുടങ്ങും. വിളവെടുപ്പ് കഴിഞ്ഞു, 1-2 ദിവസങ്ങൾ വലിയ കുഴപ്പമില്ല. പക്ഷെ അത് കഴിയുമ്പോഴേക്കും ആ ഭക്ഷ്യവസ്തുക്കളിലുള്ള വിറ്റാമിനിന്റെ അളവ് കുറയാൻ തുടങ്ങും. അതിനാൽ ആഗോള ഭക്ഷ്യവ്യവസ്ഥയിൽ നിന്നും പുതുമ നശിക്കാതെ ലഭിക്കുന്ന പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ പോലും പ്രാദേശികമായി ലഭിക്കുന്നവയെ അപേക്ഷിച്ച് പോഷക ഗുണത്തിന്റെ കാര്യത്തിൽ ഗുണമേന്മ കുറഞ്ഞവയായിരിക്കും. ആഗോള ഭക്ഷ്യവ്യവസ്ഥ, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഭക്ഷ്യവ്യവസ്ഥ, അതിൽ നിന്നും നമുക്ക് വളരെ പഴക്കമൊന്നുമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ചിലപ്പോൾ ലഭ്യമായി എന്നു വരും. പക്ഷേ ഒരാഴ്ചയോ 1 മാസമോ ഒക്കെ അതിന് പഴക്കമുണ്ടായിരിക്കും. അത്രയും പഴക്കം വരുമ്പോൾ തന്നെ അതിലെ പല പോഷക ഗുണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, വിറ്റാമിനുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ മേടിച്ചു കൊണ്ടുവരും. നമ്മൾ പറയും അതാ പുതിയതാണ്,
എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് ഭക്ഷിച്ചാലും നമുക്ക് ആ ഗുണങ്ങൾ ലഭ്യമാകുകയില്ല. ആ പോഷക ഗുണങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രാദേശികമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ തന്നെ ആശ്രയിക്കണം എന്നാണ് പറയുന്നത്. കാരണം അതിന് പറയുന്നതിന് കാരണമുണ്ട്. ആഗോള ഭക്ഷ്യവ്യവസ്ഥയിൽ വിളവെടുപ്പ് കഴിഞ്ഞ് ഏറെ ദിവസങ്ങൾക്കോ ചിലപ്പോൾ ആഴ്ചകൾക്ക് ശേഷവുമാണല്ലോ ഭക്ഷ്യവസ്തുക്കൾ അടുക്കളയിൽ എത്തിച്ചേരുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് പച്ചക്കറികൾ അവിടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അവർ അതെല്ലാം ശേഖരിച്ച് വിവിധ വാഹനങ്ങളിലാക്കി നമ്മുടെ കേരളത്തിൽ എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഒരാഴ്ച കഴിയും, ചിലപ്പോൾ 2 ആഴ്ച കഴിയും, ചിലപ്പോൾ 1 മാസം കഴിഞ്ഞു എന്ന് വരും. കേടുവരാതിരിക്കാൻ നമുക്കറിയാം അവർ വിവിധ കീടനാശിനികളും രാസവസ്തുക്കളൊക്കെ അതിൽ നന്നായി സ്പ്രേ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഈ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നമ്മളത് വാങ്ങിക്കുന്നു, നമ്മളത് അടുക്കളയിൽ വിഭവങ്ങളാക്കി മാറ്റുന്നു. പക്ഷേ നമുക്ക് ആ പച്ചക്കറിയുടെ ഗുണം കിട്ടുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയാം. പച്ചക്കറികൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് കിട്ടുന്ന പച്ചക്കറികളിൽ ആരോഗ്യത്തിന് വേണ്ട പോഷകാംശങ്ങൾ നശിച്ചിട്ടുണ്ടാകും. അതെല്ലാം ഇല്ലാത്ത പച്ചക്കറികളാണ് നാം വില കൊടുത്ത് വാങ്ങിക്കുന്നത്. ഇവിടെ ഉദാഹരണത്തിന് ഒരു പച്ചക്കറിയുടെ കാര്യം പറയുന്നുണ്ട്, ഒന്ന് നോക്കൂ. തക്കാളി. തക്കാളി പ്രധാനമായിട്ട് നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുകയാണല്ലോ. തക്കാളിയുടെ കാര്യം ഇതിന് ഉദാഹരണമാണ്. പച്ചയായിരിക്കുമ്പോഴാണ് തക്കാളി ഇറുത്തെടുക്കുന്നത്. ശ്രദ്ധിക്കുക, തോട്ടങ്ങളിൽ തക്കാളി എപ്പോഴാ പഴുത്ത് കഴിഞ്ഞിട്ടല്ല, പച്ചയായിരിക്കുമ്പോഴാണ് പൊട്ടിച്ചെടുക്കുക. കാരണമുണ്ട്. അവ പഴുത്തു തുടങ്ങിയാൽ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് ഇറുത്തെടുക്കാനും ദീർഘദൂരം ട്രക്കുകളിൽ കൊണ്ടുപോകാനും പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് പച്ചയാകുമ്പോൾ നല്ല ബലം ഉണ്ടായിരിക്കും അതിന്റെ തണ്ടിനും തക്കാളിക്കും ഒക്കെ. അപ്പൊ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇത് തോട്ടങ്ങളിൽ നിന്നും ഇറുത്തെടുക്കുന്നത്. പഴുത്തു കഴിഞ്ഞാൽ ഇത് വളരെ സോഫ്റ്റ് ആണല്ലോ, പതുക്കെ ഒന്ന് ഞെങ്ങുകയോ മറ്റോ ചെയ്ത് പൊട്ടിപ്പോകും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പച്ചയായിരിക്കുമ്പോൾ തന്നെ അത് ഇറുത്തെടുക്കും. പിന്നെ ഇറുത്താൻ മാത്രം പോരാ, അത് വണ്ടികളിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യണമല്ലോ. അപ്പോഴത്തേക്കും കുറച്ച് ദിവസങ്ങളും ആകും. അതുകൊണ്ട് അത് പച്ചയ്ക്ക് പൊട്ടിച്ചെടുക്കും. ഇങ്ങനെ പച്ചയ്ക്ക് പൊട്ടിച്ചെടുക്കുന്ന പച്ചത്തക്കാളി അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ പെട്ടികളിലൊക്കെ നിറച്ചു വെക്കും. എന്നിട്ട് ആ പച്ചത്തക്കാളിയുടെ മുകളിലേക്ക് ഒരു വിഷം, എന്താ അതിന്റെ പേര്, എഥിലീൻ എന്ന വാതകം, അതങ്ങോട്ട് പമ്പ് ചെയ്ത് നിറച്ച മുറികളിലിട്ട് കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പച്ചത്തക്കാളി എല്ലാം പൊട്ടിച്ചു കൊണ്ടുവന്ന് ഒരു മുറിയിൽ അങ്ങനെ നിറച്ചിടും. എന്നിട്ട് എഥിലീൻ എന്ന വാതകം, അതൊരു വിഷവാതകമാണ്, അതിങ്ങനെ പമ്പ് ചെയ്യും. പമ്പ് ചെയ്യുമ്പോൾ ഈ പച്ചത്തക്കാളി എല്ലാം പെട്ടെന്ന് പഴുക്കും. അങ്ങനെ പഴുത്ത തക്കാളിയാണ്, പഴുപ്പിച്ചെടുക്കുന്ന തക്കാളിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയുണ്ട് കടകളില്, ബോക്സുകളില് ഇങ്ങനെ നല്ല ചുമന്ന നിറത്തില് വെട്ടി തിളങ്ങിയിരിക്കുന്ന തക്കാളി കാണുമ്പോൾ പച്ചക്ക് എടുത്ത് കഴിക്കാൻ നമുക്ക് തോന്നും അല്ലേ? അത്ര ഭംഗിയാണ് അതിന്. പക്ഷേ ആ ഭംഗി മാത്രമേ ഉള്ളൂ, അത് നിറച്ച വിഷമാണ്. അത് കൃത്രിമമായി പഴുപ്പിച്ചെടുത്തതാണ്. തൊട്ടടുത്തുള്ള കൃഷിക്കളത്തിൽ നിന്ന് നല്ലപോലെ പഴുത്തതിന് ശേഷം ഇറുത്തെടുത്ത് അന്ന് തന്നെ ഉപയോഗിക്കുന്ന തക്കാളിയെ അപേക്ഷിച്ച് കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുന്ന തക്കാളിക്ക് രുചിയും പോഷക ഗുണവും നന്നേ കുറവായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ, ശരിയല്ലേ? നമ്മുടെ വീട്ടില് നമ്മളൊരു ഗ്രോ ബാഗില് അല്ലെങ്കിൽ മണ്ണില് ഒരു തക്കാളി ചെടി നട്ടു, അതിന് നിറച്ച് തക്കാളി ഉണ്ടായി. നമ്മൾ രാവിലെ ചെന്ന് അതിൽ നിന്ന് 2 or 3 തക്കാളി പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്ന് കറി വെക്കുന്നു. അതിന്റെ സ്വാദൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നല്ലതായിരിക്കും. അല്ലെ, ഗുണമൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ കൃത്രിമമായി പഴുപ്പിച്ച് കൊണ്ടുവരുന്ന തക്കാളി വാങ്ങിച്ച് കറി വയ്ക്കുമ്പോൾ അതിന് സ്വാദുമില്ല, അതുപോലെ അത് വിഷാംശവുമായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന തക്കാളിയുടെ അവസ്ഥ മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അമ്മമാരോട് പറഞ്ഞ് വീട്ടിലുള്ള സ്ഥലത്തൊക്കെ പറ്റുന്ന വിധത്തില് പച്ചക്കറികളൊക്കെ ഒന്ന് കൃഷി ചെയ്യണം. അമ്മമാരെ സഹായിക്കുകയും വേണം കേട്ടോ. അതിന് വെള്ളം ഒഴിച്ചും ഒക്കെ. നമ്മള് മധുരക്കിഴങ്ങിന്റെ കൃഷി, മധുരക്കിഴങ്ങ് പഠിച്ചില്ലേ? നമ്മുടെ സുജിത്തും സുനിതയും അവരെന്താ ചെയ്തത് അല്ലേ? അവരെ പോലെ
അവർക്ക് എടുക്കാൻ പറ്റാത്ത വലിപ്പമുള്ള കുടത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചാണ് അവർ ആ വലിയ വിളവുണ്ടാക്കിയത്. നമുക്കും സാധിക്കും, നമ്മളൊന്ന് ചെയ്താൽ മാത്രം മതിയാകും. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒറ്റവിള കൃഷി സമ്പ്രദായം ഉപയോഗിച്ച് ഉണ്ടാക്കാനും ദീർഘദൂരം കടത്തിക്കൊണ്ടുപോകാനും അനുയോജ്യമായ വിളകൾക്കാണ് ആഗോള മാർക്കറ്റിൽ ഇന്ന് പ്രാധാന്യം. ആഗോള മാർക്കറ്റിൽ, ലോക മാർക്കറ്റിൽ ഇന്ന് പ്രാധാന്യം ഒറ്റവിള കൃഷി സമ്പ്രദായത്തിനാണ്. എന്താണ് ഒറ്റവിള കൃഷി? മറ്റൊന്നുമല്ല, കൃഷി ചെയ്യുന്ന പ്രദേശത്ത് ഒരേ കൃഷി തന്നെ ആവർത്തിച്ച് ചെയ്യുക. വാഴ കൃഷി ചെയ്യുന്ന വയലുകളിൽ വാഴ തന്നെ കൃഷി ചെയ്യുന്നു. കപ്പ കൃഷി ചെയ്യുന്ന ഭാഗത്ത് കപ്പ തന്നെ കൃഷി ചെയ്യുന്നു. ഇതുകൊണ്ടുള്ളൊരു ഗുണം, ആ കൃഷി ചെയ്യുമ്പോൾ അവർ ധാരാളം രാസവളങ്ങൾ ഉപയോഗിക്കുന്നു. വലിയ വിളവ് കിട്ടത്തക്ക വിധത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നു. കൂടാതെ അത് കൊണ്ടുപോകാൻ, അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും അവർക്ക് എളുപ്പമാണ്, ഒരേ സ്ഥലത്ത് തന്നെ ഒരേ വിള കൃഷി ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആഗോള മാർക്കറ്റിൽ ഒറ്റവിള കൃഷി സമ്പ്രദായത്തിനാണ് പ്രാധാന്യം. പക്ഷെ ഇതുകൊണ്ടൊരു വലിയ ദോഷമുണ്ട്. എന്തെന്നാൽ ഒരേ കൃഷി തന്നെ ഒരു സ്ഥലത്ത് ആവർത്തിച്ചു ചെയ്യുമ്പോൾ ആ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നു. അതൊരു വലിയ ദോഷം തന്നെയല്ലേ? മാറി മാറി കൃഷി ചെയ്യണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വിളകളുടെ പോഷകമൂല്യമല്ല, ദൃശ്യചാരുതയാണ് ഏറെ പ്രധാനം. ഇന്ന് വിളകൾക്ക്, പച്ചക്കറികൾക്കായാലും പഴങ്ങൾക്കായാലും എന്തിനായാലും അതിന്റെ പോഷക ഗുണമല്ല, മറിച്ച് അതിന്റെ ചാരുത, ദൃശ്യചാരുത, കാണാനുള്ള ഭംഗി, അതിനാണ് ഏറെ പ്രാധാന്യം. ശരിയല്ലേ? നമ്മൾ ഒരു എന്തെങ്കിലും വാങ്ങിക്കാൻ ഒരു പച്ചക്കറി മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് സ്റ്റാളിലോ ചെന്നാൽ നമ്മൾ ഏറ്റവും ഭംഗിയുള്ളത് നോക്കിയല്ലേ എടുക്കാറുള്ളൂ. ഒരു ആപ്പിൾ എടുക്കുമ്പോൾ നല്ല ചുമന്ന, ഒരു പാടും ഒന്നുമില്ലാത്ത, പുള്ളിക്കുത്തൊന്നും ഇല്ലാത്ത ഒരു ആപ്പിളാണ് നമ്മൾ എടുക്കുക. നല്ല ഷേപ്പൊത്ത, അത് മാത്രമല്ല നല്ല വലിപ്പമുള്ളത്, അതൊക്കെ നോക്കിയല്ലേ എടുക്കുക ഏതൊരു സാധനമായാലും. ഇവിടെ പറയുന്നു, അതിന് കാരണമുണ്ട്. കർഷക വ്യവസായികളും സൂപ്പർ മാർക്കറ്റുകാരും നടത്തിവരുന്ന പരസ്യ പ്രചാരണങ്ങളുടെ ഫലമായി ഭക്ഷ്യവസ്തുക്കളുടെ നിറം, ആകൃതി, വലിപ്പം എന്നിവയെക്കുറിച്ചുള്ള സങ്കുചിതമായ കുറെ ധാരണകൾ ഉപഭോക്താക്കളുടെ ഇടയിലുണ്ട്. ഉപഭോക്താക്കൾ, നമ്മൾ വാങ്ങുന്ന ആളുകൾ, നമ്മുടെ ഇടയിൽ ഒരു ചിന്താഗതിയുണ്ട്, ഒരു സങ്കുചിതമായ ഇടുങ്ങിയ ഒരു ചിന്താഗതി, ഒരു ധാരണയുണ്ട്. എന്താണ്? ഏതൊരു സാധനവും നല്ല നിറമുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും, അതുപോലെ നല്ല വലിപ്പമുണ്ടെങ്കിലും വളരെ നല്ലതായിരിക്കും എന്നൊരു ചിന്ത. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയെല്ലാം കടകളിൽ ചെല്ലുമ്പോൾ വലിപ്പമുള്ളതും നല്ല ഭംഗിയുള്ളതും നിറമുള്ളതും ഒക്കെ നോക്കി വാങ്ങിക്കുന്നത്. പക്ഷെ അത് ഈ സൂപ്പർ മാർക്കറ്റുകാരും അതുപോലെ കാർഷിക വ്യവസായികളും ഒക്കെ പരസ്യം ചെയ്ത് നമ്മുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു ധാരണയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നല്ല രക്തനിറമുള്ളതും കുത്തുകളില്ലാത്തതുമായ ആപ്പിൾ, അതിൽ നമ്മൾ എടുക്കൂ. ഉരുണ്ട് ചുളിവുകളില്ലാത്ത ഉരുളക്കിഴങ്ങ്, നല്ല ഷേപ്പൊത്ത ഉരുളക്കിഴങ്ങ്. ഓറഞ്ച് നിറത്തിൽ ഒട്ടും വളവില്ലാത്ത മുഴുത്ത ക്യാരറ്റ്. ചെറിയ ക്യാരറ്റ് ഒന്നും നമ്മുടെ കണ്ണ് പോവുകയേയില്ല. നല്ല വലുതായിരിക്കണം, നല്ല കടും ഓറഞ്ച് നിറമായിരിക്കണം, വളവൊന്നും ഇല്ലാത്തതായിരിക്കണം. അത് നോക്കി നമ്മളിങ്ങനെ പറക്കി എടുക്കും. നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. നല്ല വലുതും നല്ല നിറമുള്ളതും ഒക്കെയാണ് നമ്മൾ എടുക്കുക. ഇത്തിരി വളവോ ഒടിവോ നിറം കുറവോ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കും. പക്ഷെ അതല്ല എന്ന് പറയുന്നു. ശരി, അങ്ങനെ പോകുന്നു അവരുടെ മനസ്സിലെ ചിത്രങ്ങൾ. കൃഷിക്കളത്തിലെ യാഥാർത്ഥ്യവുമായിട്ട് ഈ ചിത്രങ്ങൾക്ക് വലിയ ബന്ധമൊന്നുമില്ലെന്നും, കൃഷിക്കളം, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വിളവെടുക്കുമ്പോൾ ഇവിടെ പറഞ്ഞ ആ ധാരണകൾക്ക് യാതൊരു വിലയുമില്ല. കടകളില് നമ്മുടെ ധാരണ എന്താണ്? ഇപ്പോൾ നമ്മൾ പഠിച്ചു, നല്ല നിറം വേണം, നല്ല വലിപ്പം വേണം, നല്ല ഭംഗി വേണം എന്ന്. പക്ഷെ വിളവെടുക്കുന്ന സ്ഥലത്ത് കർഷകർ അത് നോക്കാറില്ല. വലിയ വലിപ്പമുള്ളത് അവർ മാറ്റിവെക്കും. ഒരുപാട് വലിപ്പം വർദ്ധിച്ചാൽ അത് കൊള്ളില്ല എന്നാണ് നല്ല കർഷകർ പറയുന്നത്. അസാധാരണമായ വലിപ്പമോ നിറമോ ഉള്ള ഭക്ഷ്യവസ്തുക്കളെ കൃഷിക്കാർ എണ്ണത്തിൽ പെടുത്താറില്ല. ഉദ്ദേശിച്ചതിലും വ്യത്യസ്തമായി നല്ല കടും നിറം അല്ല വലിപ്പം അവരത് എണ്ണത്തിൽ പെടുത്തില്ല, അവർ മാറ്റിവെക്കും. എണ്ണത്തിൽ പെടുത്താറില്ല എന്നുമൊക്കെയുള്ള വസ്തുതകൾ പശ്ചിമ ദേശങ്ങളിലെ, നമ്മുടെ ദേശത്തെയാണ് പറയുന്നത്,
ഉപഭോക്താക്കൾക്ക് തികച്ചും അജ്ഞാതമാണ്, അറിയാത്തതാണ്. അജ്ഞാതം, അറിയാത്തത്, അറിവില്ലായ്മ എന്നും പറയാം. ശരി തന്നെയല്ലേ ആ പറഞ്ഞത്? അതെ. ഇനി പറയുന്നത് നോക്കൂ. മണ്ണിന് ജീവനുണ്ട്, ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും മണ്ണിന് ജീവനുണ്ട്. മണ്ണിൽ നമ്മൾ കൊത്തിക്കിളച്ച് എന്തെങ്കിലും നട്ടാൽ, അതിന് ആവശ്യമായ നല്ല വളങ്ങൾ ചേർത്താൽ, അതിനെ വെള്ളമൊഴിച്ച് പരിപാലിച്ചാൽ തീർച്ചയായിട്ടും ആ മണ്ണ് നമുക്ക് അനുഗ്രഹം തരും, നാം നട്ട ചെടിയുടെ ഫലങ്ങളിലൂടെ. ഉറപ്പാണത്. മണ്ണിന് ജീവനുണ്ട്, അതുകൊണ്ടാണ് മണ്ണ് നമുക്ക് അത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകുന്നത്. ആ മണ്ണിൽ പലതരത്തിലുള്ള സൂക്ഷ്മജീവികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവ ഭക്ഷ്യവസ്തുക്കൾക്ക് മേൽ ചെറിയ പാടുകൾ ഉണ്ടാക്കും. മണ്ണിൽ നടുന്ന ആ ചെടികളിൽ മണ്ണിൽ ചില സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാകും. അത് ആ ഫലങ്ങളിൽ ചില പാടുകളൊക്കെ ഉണ്ടാക്കും. അത്തരം ഭക്ഷ്യവസ്തുക്കൾ മോശമാണെന്ന് അജ്ഞത മൂലമാണ് വിധി എഴുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മണ്ണിൽ നിന്നും ലഭിക്കുന്ന ഫലവർഗങ്ങളിൽ ചില പുള്ളിക്കുത്തുകളോ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മോശമാണ്, അത് കൊള്ളില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അജ്ഞതയാണ്, അറിവില്ലായ്മയാണ് എന്ന് പറയുന്നു. കാരണം മണ്ണിന് ജീവനുണ്ട്, മണ്ണിൽ സൂക്ഷ്മജീവികളുമുണ്ട്. അതുകൊണ്ട് അതിൽ പാടുകൾ ഉണ്ടാക്കും. ഫലങ്ങളിൽ പാടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി എന്നു വരും. പലപ്പോഴും ഒരു പാടുപോലും വീഴാത്ത വിധത്തിൽ വാങ്ങാൻ കിട്ടുന്ന വ്യാവസായിക കൃഷി ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് സ്വാദിലും പോഷകമേന്മയിലും മെച്ചപ്പെട്ടത് സൂക്ഷ്മജീവികളോ പക്ഷികളോ ചെറുപാടുകൾ അവശേഷിപ്പിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളായിരിക്കും എന്നും ഇവർ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല. ശരിയല്ലേ? അതായത് നമ്മൾ കടകളിൽ പോയാൽ ഒരു പാടുപോലും കാണാത്ത, പുള്ളിക്കുത്തുകൾ ഒന്നുമില്ലാത്ത, നല്ല തിളങ്ങി നിൽക്കുന്ന, നല്ല കടും നിറത്തിലുള്ള, നല്ല വലിപ്പമുള്ള വസ്തുക്കളായിരിക്കും, ഭക്ഷ്യവസ്തുക്കളായിരിക്കും വാങ്ങുക. പുള്ളിക്കുത്തുകൾ ഉണ്ടെങ്കിൽ നമ്മളത് വേണ്ട എന്ന് തന്നെ വയ്ക്കും. പക്ഷെ ഇവിടെ പറയുന്നു, അങ്ങനെ വാങ്ങുന്ന കടകളിൽ പോയിട്ട്, ഷോപ്പുകളിൽ പോയിട്ട് നമ്മൾ വാങ്ങുന്ന ആ വ്യാവസായിക കൃഷി ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് നല്ല സ്വാദും പോഷക ഗുണവും നല്ല മെച്ചപ്പെട്ടതും ഏതായിരിക്കും? മണ്ണിൽ നിന്നും കിട്ടുന്ന പുള്ളിക്കുത്തുകൾ നിറഞ്ഞ സൂക്ഷ്മജീവികളോ പക്ഷികളോ ഒക്കെ ചെറുപാടുകൾ അവശേഷിപ്പിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളിൽ ആയിരിക്കും എന്ന്. ശരിയാണത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ മാമ്പഴക്കാലമാകുമ്പോൾ മാവിൽ നിറച്ച് മാങ്ങകൾ ഉണ്ടാകും, അല്ലെ? ചില മാങ്ങകൾ വളരെ വലുതായിരിക്കും, ചില മാങ്ങകൾ വളരെ ചെറുതായിരിക്കും. ആ ചെറിയ മാങ്ങകൾ ഒന്ന് കഴിച്ചു നോക്കൂ, എന്തൊരു സ്വാദായിരിക്കും അതിന്. അപ്പൊ വലിപ്പമല്ല അവിടെ നോക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ മാമ്പഴങ്ങളിൽ പുറമെ പുള്ളിക്കുത്തുകളും ഒക്കെ ഉണ്ടായിരിക്കും. കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. മഴയൊക്കെ പെയ്തിട്ട് അതിന്റെ പാടുകളും മരത്തിന്റെ ഇതെല്ലാം വന്നിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടാവും. കാണാൻ ഭംഗി ഉണ്ടാവില്ല. പക്ഷേ അതൊന്ന് ചെത്തിപ്പൊളി കഴിച്ചു നോക്കൂ, പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു, അല്ലെ? അതെ, കാണാൻ ഉള്ള ഭംഗിയല്ല നോക്കേണ്ടത്, അതിന്റെ ഗുണമാണ് നോക്കേണ്ടത്. നമ്മൾ കടകളിൽ പോയി ഇനിയും സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് ഇവിടെ പറയുന്ന പ്രകാരം വളരെ ശ്രദ്ധയോടെ എങ്ങനെയുള്ള ആഹാര വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ വാങ്ങേണ്ടത് എന്ന് നോക്കി വാങ്ങുക. പിന്നീട് ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റത്തെ കുറിച്ച്. ഇന്നത്തെ യുവജനങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് ഫാസ്റ്റ് ഫുഡിനെയാണ്. എവിടെ നോക്കിയാലും ഫാസ്റ്റ് ഫുഡ് എന്ന് ബോർഡ് എഴുതി വെച്ച കടകളാണ് ഇന്ന് നമ്മുടെ കേരളം മുഴുവൻ. എല്ലാവർക്കും കേരള തനിമയുള്ള ഭക്ഷണത്തിനോട് ഇന്ന് താല്പര്യമില്ല. മറിച്ച് അറേബ്യൻ ഭക്ഷണം, അൽഫാം, കുഴിമന്തി, പിന്നെ ഷവർമ, എത്രയെത്ര ജീവനുകളാണെന്നോ ഇന്നിവയൊക്കെ കഴിച്ച് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മൾ വാർത്തകളിലൂടെ അത്തരം കാര്യങ്ങൾ അറിയുന്നുമുണ്ട്. പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല, ചെവി കൊള്ളുന്നില്ല. നിങ്ങൾക്കും ഇഷ്ടം ഈ ഇവിടെ പറഞ്ഞ ഈ അൽഫാമും കുഴിമന്തിയും ഒക്കെയല്ലേ? പക്ഷേ
അത് കഴിക്കുന്നത് നമ്മുടെ പുതിയ തലമുറയെ അല്ലെങ്കിൽ യുവ ജനങ്ങളെ അകാലത്തിൽ അവരുടെ ആയുസ് നഷ്ടപ്പെടുന്നതിന്, അവർക്ക് പലതരം പ്രത്യേകിച്ചുണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന ക്യാൻസർ ആണ്, അർബുദമാണ്. ഇത്തരം ആഹാര വസ്തുക്കൾ നമ്മൾ നിരന്തരം കഴിക്കുമ്പോൾ നമുക്ക് അധികം താമസിയാതെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുകയും അകാലത്തിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് എന്ന സമ്പ്രദായം നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. വളരെ അവിചാരിതമായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലോ ഇടയ്ക്ക് വല്ലപ്പോഴും ആകാം. അല്ലാതെ ഇത് സ്ഥിരമായി കഴിക്കരുത്. സ്ഥിരമായി ഇത് തന്നെ കഴിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളുടെ തന്നെ പരിചയത്തിൽ കാണും. കാരണം ഇന്ന് ഫാസ്റ്റ് ഫുഡിന് അത്രയേറെ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം വന്നു ചേർന്നിരിക്കുന്നു, പ്രത്യേകിച്ചും അറേബ്യൻ ഫുഡിന്. അതുകൊണ്ട് ഇവയെല്ലാം നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും, നമ്മൾ ആദ്യം പഠിച്ചതുപോലെ ആഗോള ഭക്ഷ്യവ്യവസ്ഥയുടെ ലക്ഷ്യം ആഗോള ചികിത്സാ രംഗത്ത് പണം ഉണ്ടാക്കുകയാണെന്നും ഉള്ള ധാരണ വയ്ക്കുക. നിങ്ങൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കൂ. നമുക്ക് ഡോക്ടറെ കണ്ടുവരണമെങ്കിൽ ഒരു ദിവസമെങ്കിലും വേണ്ടിവരും. അത്ര വലിയ ക്യൂ ആണ് ഓരോ ഹോസ്പിറ്റലുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ കാരണം അത്രയധികം രോഗികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യം കൈവരിക്കാൻ നമ്മൾ ശ്രമിക്കുക, പരിശ്രമിക്കുക. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ഈ പാഠത്തിലൂടെ. അപ്പോൾ ഇതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എല്ലാവരും എൻ്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. പിന്നെ ലൈക്ക് ചെയ്യണം, ക്ലാസ്സിനെ കുറിച്ച് കമന്റുകൾ ഇടണം. അത് പോരായ്മയുണ്ടെങ്കിൽ അതും നിങ്ങൾക്കിടാം, എനിക്കത് പരിഹരിക്കാനും സാധിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.